ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാരൂപിയുടെ വണക്കമാസം 11-ാം ദിവസം. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകാവസാനത്തോളം ഞങ്ങളോടുകൂടി ഇരിക്കുന്നതിനും തിരുസഭയെ ഭരിക്കുന്നതിനുമായി അയക്കപ്പെട്ട വെളിവിൻ്റെ അരൂപിയായ പരിശുദ്ധാത്മാവെ, തിരുസഭയുടെ കാണപ്പെട്ട തലവനായ പരിശുദ്ധ പാപ്പായെ നീ ആദരിക്കണമേ. സത്യത്തിലും നീതിയിലും തങ്ങളുടെ ജനങ്ങളെ ഭരിക്കുന്നതിനായി സകല ഇടയന്മാർക്കും നീതിയുടെ അരൂപിയെ നീ നൽകിയരുളയണമേ. നിന്റെ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും ശക്തിയും നീ കൊടുത്തരുളയണമേ. സകല വിശ്വാസികളിലും നീ അനുസരണയുടെ അരൂപിയെ ചൊരിയണമേ. സകല ലൗകികാധികാരികളെയും ആശീർവദിക്കുക. അങ്ങയുടെ നേരെയും തങ്ങളുടെ പ്രജകളുടെ നേരെയുമുള്ള കടം നിറവേറ്റുവാൻ വേണ്ട വരപ്രസാദവും വെളിവും അവർക്ക് നൽകുക. അവർ അങ്ങയുടെ പ്രതിപുരുഷന്മാരും ശുശ്രൂഷികളുമാണെന്ന് അവരെ ഓർമ്മപ്പെടുത്തുക. ഞെരുക്കത്തിലും സങ്കടത്തിലും ഇരിക്കുന്ന വിശ്വാസികളെ പ്രത്യേകമായി അങ്ങ് ആശ്വസിപ്പിക്കുക. സത്യവിശ്വാസത്തെ പ്രതി സന്തോഷത്തോടെ ജീവനെ ബലികഴിക്കുവാൻ സ്നേഹന്മാർക്ക് ധൈര്യം കൊടുത്തവനെ, ഞങ്ങളും ഞങ്ങളുടെ സത്യവിശ്വാസത്തെ കോട്ടം കൂടാതെ പാലിക്കുന്നതിനും വിശ്വാസത്തിൻ്റെ അരൂപിയെ പ്രവൃത്തിയാൽ കാണിച്ചുകൊണ്ട് മരണപര്യന്തം ജീവിച്ച് വേദസാക്ഷികളുടെ നിത്യസമ്മാനത്തിന് യോഗ്യരായിത്തീരുന്നതിനും ഞങ്ങളെ സഹായിക്കണമെന്ന് എത്രയും എളിമയോടുകൂടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പ്രതിജ്ഞ, പ്രാർത്ഥന, ധർമ്മം, സന്മാതൃക എന്നിവ വഴിയായി സഭയുടെ അഭിവൃദ്ധിക്ക് ഞങ്ങൾ സഹായിച്ചു കൊള്ളാം. പാവനാരൂപിയേ, സ്നേഹസ്വരൂപനേ, ഞങ്ങളിൽ വന്നു നിറയേണമേ.